ജേസൂബിന്റെ സംസാരം കേൾക്കുന്നുണ്ടേ ജീസു വന്നിട്ട് നിങ്ങൾ കിസ് ചെയ്തോന്ന് യുഎങ്ങിന്റെ അടുത്ത് ചോദിക്കും. ആ ഒരു കാര്യം പബ്ലിക്കായിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് യുഎങ് മനസ്സിലാലോചിക്കും. ഞങ്ങള് ഇവിടെ ഒരു ഒഫീഷ്യൽ മീറ്റിംഗിന് വന്നാണ്, ഇയാളൊന്ന് മാറി നിൽക്കാമോ എന്ന് ഉടനെ തന്നെ ജീസുക്ക് ചോദിക്കുമ്പോൾ ജീസു മനസ്സോടെ അവിടുന്ന് മാറി നിൽക്കും. ഈ പ്രപ്പോസല് സുവ വരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇൻഹു ആണ് ഇത് എന്റെ കയ്യിൽ കൊണ്ടു തന്നത്. ഇത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ കൊള്ളാമെന്ന് തോന്നി, അതുകൊണ്ട് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് ടേസൂപ്പ് പറയും. അത് കേൾക്കുമ്പോൾ യുഎങ്ങിന് സന്തോഷമാവും. പോകാൻ നേരം കഴിഞ്ഞ ദിവസത്തെ സംഭവത്തെക്കുറിച്ച് മെൻഷൻ ചെയ്യണമെന്ന് അവനുണ്ട്, പക്ഷെ അതിനുള്ള ധൈര്യം ഇല്ല. അവനാണെങ്കിൽ അത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഒന്നും പറയാതെയാണ് അവൻ അവിടുന്ന് പോകുന്നത്. എന്നാലും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് അവളും ആലോചിക്കും. പോപ്പപ്പ് സ്റ്റോറിന്റെ കാര്യങ്ങൾ കൺസേൺ ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടും. അങ്ങനെ അവരുടെ ഹോട്ടലിൽ എത്രയും പെട്ടെന്ന് ടേസൂപ്പിന്റെ കമ്പനിയുടെ ഫർണിച്ചറൊക്കെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് തീരുമാനിക്കും. ടീമേറ്റ്സിനെല്ലാം കോഫി വാങ്ങിക്കാനായിട്ട് യുഎങ് കഫേയിലേക്ക് വരുമ്പോൾ ജീസു അവിടെ ഇല്ല. കുറച്ച് കഴിയുന്നതാണ് വരുന്നത്. അതിന്റെ ടൈമിംഗ് എങ്ങനെയാണെന്നൊക്കെ അവൾ ചോദിച്ചു മനസ്സിലാക്കും. ജീസുവിന്റെ ബൈക്ക് കാണുമ്പോൾ അതിലൊരു റൈഡ് പോകണമെന്ന് നമുക്ക് ആഗ്രഹം തോന്നും. കൊണ്ടുപോകാമെന്ന് ജീസു സമ്മതിക്കും. അന്നത്തെ സംഭവത്തിന് ശേഷം സേബോക്ക് മുഖം കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ദോയും അങ്ങോട്ടേക്ക് ചെന്ന് അവളോട് സംസാരിക്കും. ഇയാളുടെ ഇന്റേൺഷിപ്പ് 1 മാസം കഴിയുമ്പോൾ ഇവിടുത്തേത് അവസാനിക്കുകയാണെന്ന് എനിക്കറിയാം. ഇവിടെ എന്തായാലും വലിയ സാലറി ഒന്നും ഇല്ലല്ലോ. എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, ബാങ്കിലാണ്. അവനോട് പറഞ്ഞിട്ട് ഞാനൊരു ഇന്റേൺഷിപ്പ് അവിടെ ശരിയാക്കി തരാമെന്ന് ഡോയൻ പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല, എന്റെ കാര്യം ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൾ ഇവിടുന്ന് പോകും. സേബോക്ക് നേരെ ഫുഡൊന്നും കഴിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവൾക്ക് വേണ്ടിയിട്ട് സാൻഡ്വിച്ച് ഒക്കെ വാങ്ങിയിട്ടാണ് യുഎങ് വരുന്നത്. പോപ്പപ്പ് സ്റ്റോറിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ബിസിയാവും. എന്നെ എല്ലാ കാര്യങ്ങളിലും ഇയാൾ അസിസ്റ്റ് ചെയ്യണം എന്ന് പറയും. അവള് കാരണമാണല്ലോ ഹോമിന് ആദ്യത്തെ ആ ഒരു പ്രപ്പോസൽ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് സേബോക്കിന് കുറ്റബോധമാണ്. ഇയാളൊരു തെറ്റുപറ്റി അത് ഏറ്റുപറയുകയും തിരുത്താൻ തയ്യാറാവുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, എല്ലാവരും അത് തന്നെയായിരിക്കും നോക്കുന്നത്. അല്ലാതെ മിസ്റ്റേക്ക് പറ്റിയെന്ന് വിചാരിച്ചിട്ട് ഇയാളെ ഒളിച്ചോടാൻ ശ്രമിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ദേഷ്യമാകും തോന്നുക പറഞ്ഞിട്ട് യുഎങ് സേബോക്കിനെ ആശ്വസിപ്പിക്കും. ടേസൂപ്പിന്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ടെന്ന് സംജുൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ, ആള് ബിസിയാണ്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കാനായിട്ട് എനിക്കൊരു മടിയാണ്, ഇങ്ങോട്ടേക്ക് അയക്കുന്നുമില്ല എന്ന് അവൾ പറയും. എന്നിട്ട് അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയും. ഞാൻ ബുക്സ് വിറ്റ കുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേന്ന് പറഞ്ഞിട്ട് ഇവൻ യങ്മിനെ മീറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചതൊക്കെ പറയാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിലും ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. അവിടുന്ന് ഇറങ്ങുമ്പോൾ അവൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ടേസൂപ്പിന്റെ മെസ്സേജ് വരും. യങ്മിൻ ഉണരുന്നതിന് മുമ്പ് സംജുണ്ട് വീട്ടിൽ നിന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് അവൻ എല്ലാം അടുക്കി വൃത്തിയാക്കിയിട്ടാണ് പോകുന്നത്. അത് യങ്മിന് ഇഷ്ടപ്പെടും. ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അവള് മെസ്സേജ് അയക്കും. അവൻ ആ സമയത്ത് ജിമ്മിൽ നല്ല ബിസി ആയിരുന്നു. അവന്റെ ഒരു കോമിക് ബുക്കിന്റെ കവർ കീറിയിട്ടുണ്ടായിരുന്നു. അതവള് കണ്ടുപിടിച്ചെന്ന് അവൻ വിചാരിക്കും. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് അവൻ പൈസ അയച്ചു കൊടുക്കും. അവക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ ദേഷ്യം വരും, തെറ്റിദ്ധരിക്കും. അന്ന് നൈറ്റ് സ്പെൻഡ് ചെയ്തതിനുള്ള പൈസയാണെന്നാണ് അവൾ വിചാരിക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് സൈറ്റിൽ നിന്ന് പിറ്റേ ദിവസം ഞങ്ങൾക്ക് കോള് വരും. ഇയാളെ കോമിക് ബുക്സ് വിറ്റ ആ ഒരു ബയറ് ഇയാളെ റിപ്പോർട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. എന്താണ് സംഭവം എന്ന് അവൻ ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. നോക്കുമ്പോൾ യങ്മിന്റെ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ട്. ഇയാൾ എന്തിനാണ് പൈസ അയച്ചത്, എന്നെപ്പറ്റി ഇയാൾ എന്താ വിചാരിച്ചു വെച്ചേക്കുന്നത്, ഇയാൾക്ക് എങ്ങനെ ധൈര്യം വന്നു എനിക്ക് പൈസ അയക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ചോദിച്ചേക്കുന്നത്. തലേ ദിവസം നല്ല ക്ഷീണമായതുകൊണ്ട് അവൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. തെറ്റിദ്ധരിച്ചതാണ്, നമുക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ, അപ്പോളൈസ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് സംജൂൺ യങ്മിന് മെസ്സേജ് അയക്കുന്നത് അവള് ഹോട്ടലിൽ ഇരിക്കുന്ന തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ആ കോമിക് ബുക്സ് ഒക്കെ വാങ്ങിയ ആള്, അയാള് വിചാരിച്ച പോലെ ഒന്നും അല്ല, അയാൾക്ക് ഒട്ടും മാനേഴ്സ് ഇല്ല എന്നൊക്കെ അവള് യുഎങ്ങിന്റെ അടുത്ത് പരാതി പറയും. ജീസു വന്ന പിന്നെ കഫേയിലേക്ക് കൂടുതൽ പെൺകുട്ടികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. യുഎങ്ങിന്റെ ഹോട്ടലിലേക്ക് അവരുടെ ടീം മെമ്പേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് ടേസൂപ്പിന് ചെല്ലണം. അപ്പൊ അവനാണെങ്കിൽ കോഫി വാങ്ങിയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. അവിടെ അടുത്ത് വേറെ കഫേസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ജീസുവിന്റെ കഫേയിൽ തന്നെ വരേണ്ടി വരും. മനസ്സോടെയാണ് അവൻ വരുന്നത്. യുഎങ്ങിനെ കാണാൻ പോവുകയാണെന്ന് ജീസുവിന് മനസ്സിലാവും. അവരൊന്നിച്ച് വർക്ക് ചെയ്യുകയാണെന്ന് അവൻ അറിയാമല്ലോ. ഇവൻ കേക്ക് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ യുഎങ്ങിന് ചോക്ലേറ്റ് കേക്ക് ആണ് ഇഷ്ടം എന്ന് ജീസു പറയും. പക്ഷെ ടേസൂപ്പ് ക്യാരറ്റ് കേക്ക് ആണ് വാങ്ങുന്നത്. അതുകൊണ്ട് ഇത് എന്റെ വക ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് അവൻ ചോക്ലേറ്റ് കേക്കും കൂടി കൊടുത്തയക്കും. ഹോട്ടലിൽ നിന്ന് രണ്ടുപേരും ഏകദേശം ഒരേ സമയത്താണ് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് ടേസൂപ്പ് അവളെ കൊണ്ടുവിടാമെന്ന് പറയും. വരുന്ന വഴി യുഎങ്ങിന് ഇഷ്ടപ്പെട്ട ആക്ട്രസിന്റെ പുതിയ മൂവി റിലീസ് ആവുകയാണെന്ന് അവൾ കാണും. ടേസൂപ്പ് ആണെങ്കിൽ അങ്ങനെ സിനിമകളൊന്നും കാണാറില്ല. ഇതിന്റെ തിരക്കൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒന്നിച്ചൊരു സിനിമയ്ക്ക് പോയാലോ എന്ന് അവൾ ചോദിക്കും. അതിനു മുമ്പ് നമുക്ക് ഒന്നിച്ചൊരു ഡിന്നറിനും പോകണമെന്ന് അവൻ പറയും. ബുക്ക് കീറിയ വിവരം മറച്ചു വെച്ചിട്ട് ഫുൾ പൈസയും വാങ്ങി അതിന്റെ ദേഷ്യമാണ് യങ്മിനെന്ന് വിചാരിച്ചിട്ട് അവളെ വീണ്ടും കാണുന്നുണ്ടേ സംജൂൺ അവൾക്ക് കുറച്ച് പൈസ കൊടുക്കും. അവൾ വിചാരിച്ചേക്കുന്നത് അന്നത്തെ നൈറ്റ് സ്പെൻഡ് ചെയ്തതിന് പൈസ കൊടുക്കുകയാണെന്നാണല്ലോ. അവൾക്ക് ദേഷ്യം വരും. അവൾക്ക് ദേഷ്യമായെന്ന് കാണുമ്പോൾ ഇവൻ കുറച്ചും കൂടി പൈസ കൊടുക്കും. അപ്പൊ അവൾക്ക് ദേഷ്യം കൂടും. ആ ഒരു കീറിയ ബുക്കിന് ഇത്രയും പൈസ ഇല്ലാന്ന് അവൻ പറയുമ്പോഴാണ് കാര്യം എന്താണെന്ന് അവളും തിരിച്ചറിയുന്നത്.
ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ അപ്പോളജൈസ് ചെയ്യും. എന്തിനാണ് വീട് മുഴുവൻ ക്ലീൻ ആക്കിയിട്ട് പോയതെന്ന് ചോദിക്കും. ബുക്സ് മാത്രം അടുക്കി വെക്കുന്നത് വിയേർഡാണെന്ന് തോന്നിയിട്ടാണ് അത് ചെയ്തതെന്ന് അവൻ പറയും. അവനിത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അവളുടെ കൂട്ട് നേരത്തെ ഡേറ്റിംഗ് ആപ്പിലൊന്നും രജിസ്റ്റർ ചെയ്തിട്ട് വേറെ ആളുകളെയൊന്നും മീറ്റ് ചെയ്തിട്ടില്ല. അത് കേൾക്കുമ്പോൾ അവൾക്ക് നല്ല ഫണ്ണി ആയിട്ട് തോന്നും. എനിക്ക് എന്തായാലും ഇയാളെ ഇഷ്ടപ്പെട്ടു, നമുക്ക് വീണ്ടും മീറ്റ് ചെയ്താലോ എന്ന് അവൾ സജസ്റ്റ് ചെയ്യും. പോപ്പപ്പ് സ്റ്റോർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേസൂപ്പ് വരത്തില്ലേന്ന് ചോദിക്കുമ്പോൾ ചെല്ലാം എന്ന് അവൻ യുവങ്ങിന്റെ അടുത്ത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ഒരു റെഗുലർ കസ്റ്റമർ വരുന്നത് കൊണ്ട് അവന് താമസിച്ച് ചെല്ലാനായിട്ട് പറ്റത്തുള്ളൂ. അത് ഹോട്ടലിലേക്ക് വിളിച്ചറിയിക്കണം എന്ന് ജിൻസുവിനെ പറഞ്ഞേൽപ്പിക്കും. പക്ഷെ അവൻ പറയാനായിട്ട് മറന്നുപോകും. അതുകൊണ്ട് ഇവര് സാധനങ്ങളൊക്കെ ഹോട്ടലിൽ ചെന്ന് ഇറക്കുമ്പോൾ യുവങ് വന്ന് ചോദിക്കുന്ന തന്നെയാണ് ഒരു ഇന്റേൺ പറയുന്നത്, ടേസൂപ്പിന് മീറ്റിംഗ് ഉണ്ട്, വിളിച്ച് പറഞ്ഞില്ലായിരുന്നു. യൂഷ്വലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ മറന്നു പോകാറുണ്ട്, അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത്. ഈ സമയത്ത് ഡോയൂൺ ആണെങ്കിൽ സേബോക്ക് അവൻ്റെ അടുത്ത് സംസാരിക്കുന്നില്ലെന്നൊക്കെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് സങ്കടം പറയാണ്. സേബോക്കും യുവങ്ങും എല്ലാം ഒരുപോലെയാണ്, കണ്ടാൽ പാവമാണെന്നൊക്കെ തോന്നും. പക്ഷെ രണ്ടുപേരും നല്ല അഹങ്കാരികളാണ്. നീ എപ്പോഴും നോക്കുന്ന ഒരേപോലെയുള്ള പെൺകുട്ടികളെയാണെന്നൊക്കെ ഫ്രണ്ട് ഇവൻ്റെ അടുത്ത് പറയും. ആ സങ്കടത്തിലാണ് അവൻ ഹോട്ടലിലേക്ക് വരുന്നത്. നോക്കുമ്പോൾ സേബോക്കിനെ ടേസൂപ്പിന്റെ കമ്പനിയിൽ നിന്ന് വന്ന ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവള് വേണ്ടാന്നൊന്നും പറയുന്നില്ല, അയാളുടെ അടുത്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അവൻ്റെ അടുത്ത് മാത്രമാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് ഡോയൂണ് മനസ്സിലാവും. അവനവിടുന്ന് എല്ലാവരും ലേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് ജീസുവിന്റെ കഫേയിലേക്ക് ചെന്ന് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കോഫി എല്ലാം വാങ്ങിക്കും. അവൻ കുടിച്ചിട്ട് ബോധമില്ലാതെ നിൽക്കുകയാണെന്ന് ജീസുവിന് മനസ്സിലാവും. ജീസു പോകാൻ ഇറങ്ങിയതാണ്. ഓർഡർ ഒരുപാട് ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ തിരിച്ചു വന്നിട്ട് അതെല്ലാം ചെയ്തു കൊടുക്കും. എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹിൽസ് ഹോട്ടലിലേക്കാണെന്ന് പറയുന്നുണ്ട്. യുവങ്ങിനെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനും ഡെലിവറിക്കായിട്ട് കൂടെ ചെല്ലും. പോകാനായിട്ട് തുടങ്ങുമ്പോൾ യുവങ് അവിടേക്ക് വരും. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇവനാണെങ്കിൽ സേബോക്കിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചതെന്നൊക്കെ അവളെ വിളിച്ച് സംസാരിക്കുന്നത് യുവങ് കേൾക്കും. പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ അങ്ങോട്ടേക്ക് ചെല്ലും. ഹോട്ടലിലെ ആളുകളും ടേസൂപ്പിന്റെ കമ്പനിയിലെ ആളുകളും എല്ലാം നോക്കി നിൽക്കെ അവർ കേൾക്കുകയാണ് ഡോയൂൺ ഇതൊക്കെ പറയുന്നത്. സേബോക്കിന് അത് നാണക്കേടായി പോകും. ഇതുവെല്ലാം എനിക്ക് ചെയ്തു തരാനായിട്ട് ഞാൻ ഇയാളോട് ആവശ്യപ്പെട്ടു എന്ന് അവൾ ദേഷ്യത്തിൽ ചോദിക്കും. അന്നേരമാണ് യുവങ് അങ്ങോട്ടേക്ക് വരുന്നത്. സേബോക്കിന്റെ അടുത്ത് നാളെ സംസാരിച്ചാൽ മതിയെന്ന് അവള് ഡോയൂണിന്റെ അടുത്ത് പറയുമ്പോൾ ഇയാൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. വെറുതെ എനിക്കിപ്പോഴും പഴയ ഇഷ്ടമുണ്ടെന്ന് ഇയാൾ തെറ്റിദ്ധരിച്ചു. എന്നിട്ട് എന്നോട് അങ്ങനെയൊക്കെ വന്ന് ചോദിച്ചത് കൊണ്ടാണ് സേബോക്ക് എന്നെ സീരിയസ് ആയിട്ട് എടുക്കാത്തതെന്ന് അവൻ യുവങ്ങിന്റെ അടുത്ത് ദേഷ്യപ്പെട്ട് പറയുന്ന കേൾക്കുമ്പോൾ സേബോക്കിന് ദേഷ്യമോ. ഞാൻ ഇനി ഇവിടെ നിന്ന് ആരെയും ശല്യപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ പോകാനായിട്ട് തുടങ്ങും. ഇവനാണെങ്കിൽ കൊണ്ടുവന്ന കോഫിയെല്ലാം അവിടെ ഇരുന്ന ഫേർണിച്ചറിന്റെ മേളിലായിരുന്നു വെച്ചിരുന്നത്. പോകാൻ തിരിയുമ്പോൾ അവന്റെ കൈ തട്ടി അതിനും കൂടി താഴെ പോകാനായിട്ട് തുടങ്ങുമ്പോൾ യുവൻ പെട്ടെന്ന് ചെന്ന് പിടിക്കും. കോഫിയെല്ലാം കൂടി അവിടെ കയ്യിലേക്ക് വീഴും. കൈ മുഴുവൻ പൊള്ളും. ജീസു ആണ് ഓടി വന്ന് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അതും കൂടി ആകുമ്പോഴത്തേക്കിനും സേബോക്കിനും മതിയാവും. ഇയാള് വിചാരിക്കുന്ന പോലെ ഒന്നല്ല കാര്യങ്ങള്. യുവൻ കാരണമൊന്നുമല്ല ഞാൻ ഇയാളെ ഇഷ്ടമല്ല പറഞ്ഞത്. ഇയാൾക്ക് സ്വന്തം ഫീലിങ്സിനെ പറ്റി മാത്രമേ വിചാരമുള്ളൂ. ഇയാൾ സെൽഫിഷ് ആണ്. മറ്റുള്ളവരെ ഒരിക്കലും കൺസിഡർ ചെയ്യുന്നില്ല. അവർക്ക് അൺകംഫർട്ടബിൾ ആകുന്നുണ്ടോ എന്ന് പോലും നോക്കുന്നില്ല. എനിക്ക് ഇയാളെ ഇഷ്ടമല്ല. ദയവ് ചെയ്ത് എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തരുതെന്ന് അവളെല്ലാവരും കേൾക്കെ ഡോവിന്റെ അടുത്ത് പറയും. കോഫിയെല്ലാം തറയിൽ മാത്രമല്ല അടുത്തുള്ള ഫേർണിച്ചറിലെല്ലാം വീണിട്ടുണ്ട്. ആകെ പ്രശ്നമാവും. അത് മനസ്സിലാക്കിയിട്ട് ടേസൂപ്പിന്റെ കമ്പനിയിലെ ആളുകൾ അവനെ വിളിക്കും. ഇതിലെ വെള്ളം പോലും ആകരുതെന്ന് നിങ്ങൾക്ക് അറിയാലോ, പിന്നെ എങ്ങനെയാണ് കോഫി ആയത്, നിങ്ങൾ എന്തെടുക്കുമായിരുന്നു എന്നൊക്കെ ടേസൂപ്പ് അവന്റെ കമ്പനിയിലെ ആളുകളെ വഴക്ക് പറയും. ഞാൻ കാരണമാണ് സംഭവിച്ചതെന്ന് സേബുക്ക് പറയുമ്പോൾ അയാൾ കാരണമല്ല, ഇവിടെ ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ചു എന്ന് അവന്റെ കമ്പനിയിലെ ഇന്റേൺ ആയ ജീസു അവളെ ഡിഫെൻഡ് ചെയ്ത് പറയും. ആ വെള്ളത്തിന്റെ ഇടയ്ക്ക് യുവങ്ങിന്റെ ഫോൺ താഴെ പോയിട്ടുണ്ടായിരുന്നു. അവൾ വിചാരിച്ചേക്കുന്നത് അത് ഹോട്ടലിലുണ്ടെന്നാണ്. ഡിസ്ചാർജ് ആയി വരുമ്പോഴത്തേക്കിനും ജീസു ബൈക്കും കൊണ്ട് വന്നിട്ടുണ്ടാവും. ഹോട്ടലിലേക്ക് തിരിച്ചു പോകണം എന്ന് പറയുന്നുണ്ടേ ഈ കൈ വെച്ച് പോകണ്ട, അവരെ വിളിച്ചു ചോദിക്കാനായിട്ട് പറയും. അങ്ങനെ അവൾ വിളിക്കുന്നത് സേബോക്കിനെയാണ്. ടേസൂപ്പ് വന്നിട്ടുണ്ട്. എല്ലാവരും രാത്രി വൈകി നിന്നിട്ട് അതിന് വേറെ കോട്ടിങ് അടിക്കുകയാണെന്നൊക്കെ അവൾ പറയും. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട, തിരിച്ച് വീട്ടിലേക്ക് പൊക്കോളാനായിട്ട് പറയുമ്പോഴത്തേക്കിനും അവൾ സമ്മതിക്കും. എന്തിനാണ് ബൈക്കും കൊണ്ട് വന്നത്, എന്താണ് 2 ഹെൽമെറ്റ് ഒക്കെ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് ഒരു റൈഡിന് പോകണം എന്നല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് ജീസു അവളെയും കൂട്ടി പോകും. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഒരു ഇന്റേൺ ടേസൂപ്പിന്റെ അടുത്ത് പറയും. അവര് ഒരു ലവ് ട്രയാങ്കിൾ ആണെന്ന് തോന്നുന്നു, അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ ഡേറ്റ് ചെയ്തിട്ടുണ്ട്, എന്തോ അവർക്കിടയിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നോക്കുമ്പോൾ അവിടെ ഡോയങ് നിൽക്കുന്നത് കാണും. അതാണ് ഞാൻ പറഞ്ഞ ലോയർ എന്ന് അവൻ ടേസൂപ്പിന് കാണിച്ചു കൊടുക്കും. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് ടേസൂപ്പ് അവന്റെ അടുത്തേക്ക് ചെല്ലും. ഫേർണിച്ചറിന്റെ ആളാണെന്ന് ഡോയിന് മനസ്സിലാവും. ടേസൂപ്പ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഫേർണിച്ചറിന്റെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലായിരുന്നു, അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്ന് ഡോയിൻ പറയും. അത് കുഴപ്പമില്ല, അത് ഞങ്ങൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഹോട്ടലിന്റെ അടുത്ത് ഞങ്ങൾക്ക് കോമ്പൻസേഷൻ ചോദിക്കാം. കോൺട്രാക്ട് എഴുതിയത് ഇയാളാണല്ലോ, ഡ്രാഫ്റ്റ് ചെയ്തത് ഇയാളാണല്ലോ, അപ്പൊ അറിയായിരിക്കുമല്ലോ എന്ന് ചോദിക്കും. ഇയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ പോവാണ്, എനിക്ക് യുവങ്ങിനെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇനി യുവങ്ങിനെ
വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ പോലും ഇയാള് ശല്യപ്പെടുത്താനായിട്ട് പാടില്ല. ഒരു വിധത്തിലും യു എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഫേം ആയിട്ട് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. അതുകൊണ്ട് ദോയുണ്ട് മറുപടി ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ല. തിരിച്ചു വന്ന ടേസോപ്പ് യു എങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ അടുത്തുനിന്ന് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേൾക്കും. നോക്കുമ്പോൾ അത് തറയിൽ കിടക്കുകയാണ്. ടേസൂപ്പിന്റെ കമ്പനിയിലെ ആളുകൾ എല്ലാം ഫിക്സ് ചെയ്യുന്നത് വരെ അവരുടെ കൂടെ സേബുക്ക് അവിടെ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യും. പോകാൻ നേരം യുഎങ്ങിന്റെ ഫോൺ അവളെ ഏൽപ്പിക്കാനായിട്ട് ടേസൂപ്പ് തുടങ്ങുന്നുണ്ടെങ്കിലും പിന്നീട് വേണ്ടാന്ന് വെക്കും. ജീസു യുഎങ്ങിനെ കൊണ്ട് റിവർ സൈഡിലേക്ക് ഫുഡൊക്കെ കഴിക്കാനാണ് കൊണ്ടുവരുന്നത്. യുഎങ്ങിന്റെ വീട്ടിലേക്ക് അവർ തിരിച്ചെത്തുമ്പോഴത്തേക്കിനും ടേസൂപ്പും ഫോൺ തിരിച്ചു കൊടുക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. ജീസു അവളുടെ നമ്പർ ചോദിക്കും. അവൾ സേവ് ചെയ്തിട്ട് അവളുടെ ഫോണിലേക്ക് ഒരു മിസ് കോൾ കൊടുക്കും. അപ്പോൾ അടുത്തുനിന്ന് ഫോൺ റിങ് ചെയ്യുന്നെന്ന് നമുക്ക് മനസ്സിലാവും. നോക്കുമ്പോൾ ടേസൂപ്പാണ്. എനിക്കൊന്ന് സംസാരിക്കണം എന്ന് അവൻ പറയുന്നതന്നെ ജീസുവിൻ്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അവൾ അവനെ പറഞ്ഞു വിടും. ഡോക്ടറിനൊക്കെ കണ്ടോന്ന് ടേസൂപ്പ് ചോദിക്കും. ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നതെന്ന് അവളും പറയും. ഞാൻ ഇയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു എന്ന് യുവൻ പറയുമ്പോൾ അവൻ അപ്പോളജൈസ് ചെയ്യും. ഞാൻ നേരത്തെ വന്നിരുന്നെങ്കിൽ ഇത് സംഭവിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൻ അപ്പോളജൈസ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ സെറ്റ് ചെയ്ത പോപ്പപ്പ് സ്റ്റോറിന്റെ ഫോട്ടോസ് ഒക്കെ അവർക്ക് കാണിച്ചു കൊടുക്കും. ഇവന്റ് പിറ്റേ ദിവസം നടക്കാനിരിക്കുകയാണ്. അവർ ഹയർ ചെയ്ത ബാർട്ടൻഡറിന് എന്തോ പ്രശ്നം വന്നിട്ട് വരാനൊക്കത്തില്ല എന്ന് അറിയിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ പാനിക്കായിട്ട് സെബോക്ക് വന്ന് യുവങ്ങിന്റെ അടുത്ത് പറയും. അവള് പെട്ടെന്ന് തന്നെ വിളിക്കുന്നത് ജീസുവിനെയാണ്. ജീസു ചെല്ലാനും സമ്മതിക്കും. അവിടുത്തെ പോപ്പപ്പ് സ്റ്റോർ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ടേസൂപ്പാണോ ഡിസൈൻ ചെയ്തതെന്ന് കുറച്ച് അസൂയയോടെയാണ് ജീസു ചോദിക്കുന്നത്. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ജങ്ങ എന്ന് പറഞ്ഞ ആക്ട്രസ് വരും. ഈ ആക്ട്രസ് ആണ് ഇതിനു മുമ്പത്തെ ദിവസം ജീസുവിനെ കണ്ടിട്ട് സംസാരിക്കുന്നത്. ഇവരെ കാണുമ്പോഴത്തേക്കിനും യുഎൻ എക്സൈറ്റഡ് ആവും. ഇവരുടെ സിനിമയാണ് കാണാൻ പോകണമെന്നൊക്കെ അവൾ ടേസൂപ്പിന്റെ അടുത്ത് പറഞ്ഞിരുന്നത്. എൻ്റെ ഫേവറേറ്റ് ആക്ട്രസ് ആണെന്നൊക്കെ അവൾ ജീസുവിന്റെ അടുത്ത് പറയുമ്പോൾ ജീസുവിന്റെ മുഖം മാറും. അവരിപ്പോൾ അഭിനയിക്കുന്ന പോലും ഇല്ലല്ലോ, വെറുമൊരു ഇൻഫ്ലുവൻസർ മാത്രമല്ലേ, പിന്നെ എന്തിനാണ് അവരെ ഇഷ്ടപ്പെടുന്നതെന്ന് അവൻ യുവങ്ങിന്റെ അടുത്ത് ചോദിക്കും. അവിടുന്ന് ആഫ്റ്റർ പാർട്ടിക്ക് വരുന്നതും ജീസുവിന്റെ കഫേയിലേക്കാണ്. ടേസൂപ്പിന് അവനെ കാണുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഇയാൾ എല്ലായിടത്തും ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് അവൻ മറുപടി കൊടുക്കും. ടേസൂപ്പ് യുവങ്ങിന്റെ അടുത്തേക്ക് ഇരിക്കാനായിട്ട് പോകുമ്പോൾ മിസ്റ്ററോ അവനെയും കൂട്ടി അവരുടെ ടേബിളിലേക്ക് പോകും. അവനിങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കിനും യങ്മിൻ ആണെങ്കിൽ ജീസുവിന്റെ അടുത്ത് അവരുടെ കൂടെ വന്നിരിക്കാനായിട്ട് പറയും. അവൻ ചെന്നിരിക്കുന്നത് യുവങ്ങിന്റെ അടുത്താണ്. ഇയാള് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും, കഫേയിൽ നിൽക്കുന്ന കണ്ടു, ഇന്ന് ബാർട്ടൻഡറായി, ശരിക്കും എന്താണ് ജോലി എന്ന് അവരെല്ലാം ചോദിക്കുന്നുണ്ടേ. യുഎങ് ആണ് അവൻ ആക്ടർ ആണെന്നൊക്കെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഞങ്ങളെ ഫാൻസ് ക്ലബ്ബ് തുടങ്ങട്ടെ എന്നൊക്കെ അവന്റെ കമ്പനിയിലെ ആൾക്കാർ ചോദിക്കുന്ന കേൾക്കുമ്പോൾ ടേസൂപ്പിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൻ കുടിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് അവൻ അവിടുന്ന് സോജു കുടിക്കാനായിട്ട് തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ അവന് ബോധം പോയി തുടങ്ങും. ബോധമില്ലാതെ ടേസൂപ്പ് പോകുന്ന കണ്ട് യുഎങ് കൂടെ ചെല്ലും. ഇയാള് ഇത്ര അടുത്തുണ്ടായിട്ടും എനിക്ക് ഇയാളോട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ പറയുന്ന കേൾക്കുമ്പോൾ അവള് ഹാങ് ഓവർ മെഡിസിൻ വാങ്ങാനായിട്ട് പോകും. പക്ഷെ അവൻ അവിടെ പിടിച്ചെടുത്തും. എൻ്റെ കൂടെ രണ്ടാമതൊരു ഡേറ്റിന് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് അവൾ പറയും. അത് കേൾക്കുന്നുണ്ടേ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് ഡ്രിങ്ക്സിന് പോയാലും ചോദിക്കും. അവള് സമ്മതിക്കും. അങ്ങനെ പേഴ്സ് എടുക്കാനായിട്ട് വെളിയിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കിനും ടേസൂപ്പ് ഉറങ്ങിയിട്ടുണ്ടാവും. വിളിച്ചിട്ടൊന്നും അവൻ ഉണരുന്നില്ല. നോക്കുമ്പോൾ അവന്റെ പോക്കറ്റിൽ നിന്ന് അവരുടെ ഹോട്ടലിലെ സൂട്ട് റൂമിന്റെ കീ താഴെ വീണിട്ടുണ്ടാവും. അത് അവന്റെ ഗിഫ്റ്റ് ആയിട്ട് അവിടുത്തെ മാനേജർ കൊടുക്കുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഹോട്ടൽ റൂമിലാണ്. എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. പുറത്തെടുക്കാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല. ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. നോക്കുന്നുണ്ട് അവിടെ ജീസു ഇരിപ്പുണ്ട്. ആ ബഹളം കേട്ടിട്ട് ടേസൂപ്പും ഉണരും. എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടതെന്ന് രണ്ടുപേർക്കും ഓർക്കാനായിട്ട് പറ്റുന്നില്ല.